ഓക്കെ, അടുത്തിന് നമുക്ക് അടുത്ത എക്സസൈസിലേക്ക് കിടക്കാം. നമ്മളുടെ ഫസ്റ്റ് എക്സസൈസ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ബൈ 3 പ്ലസ് 1, ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതാം. എക്സ് ബൈ 3 പ്ലസ് 1 കോമ y മൈനസ് 2 ബൈ 3 ഈക്വൽസ് 5 by 3, 1 by 3. Okay, find the values of x and y. Find the values of x and y. ഇങ്ങനെയാണെങ്കിൽ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഓർഡേർഡ് പെയർസ് ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ അതിൽ അതാത് ക്വസ്റ്റ്യനിൽ വരുന്ന ആൾക്കാർ സെയിം ആകണം. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എക്സ് ബൈ 3 പ്ലസ് 1 ഈക്വൽസ് 5 by 3. നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. ആദ്യം 1 അപ്പുറത്തോട്ട് പോവാം. അപ്പോൾ എന്ത് വരും? എക്സ് ബൈ 3 ഈക്വൽസ് 5 by 3 മൈനസ് 1. ഓക്കെ, ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് കിട്ടും എക്സ് ബൈ 3 ഈക്വൽസ് 5 മൈനസ് 3 by 3. ഓക്കെ, സോ എക്സ് ബൈ 3 ഈക്വൽസ് 2 by 3 എന്ന് പറഞ്ഞ് കിട്ടും, വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽസ് 2. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് 3 3 വെട്ടിപ്പോ, എന്നിട്ട് എന്ത് കിട്ടും? എക്സ് ഈക്വൽസ് 2 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതുപോലെ നമുക്ക് അടുത്ത് y കണ്ടുപിടിച്ച് നോക്കാം. y minus 2 by 3 equals 1 by 3. Okay, minus 2 by 3 അപ്പുറത്ത് പോകുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് 2 by 3 ആകും. സോ 1 by 3 പ്ലസ് 2 by 3 ഈക്വൽസ് എന്ത് വരും? 3 by 3 which equals 1. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 1 എന്ന് പറഞ്ഞ് കിട്ടി. എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നിട്ട് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അതാത് പൊസിഷനിൽ വരുന്ന ആൾക്കാരെ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ഇക്വേറ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. If the set A has 3 elements and the set B equals set 3, 4, 5, then find the number of elements in A cross B. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എയിൽ 3 ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തറിയാം? N of A എന്ന് പറയുന്നത് 3 പേരാണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് സെറ്റ് 3, 4, 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? N of B, ബിയിൽ എത്ര ആൾക്കാരുണ്ട്? 3 ആൾക്കാരുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? എ ക്രോസ് ബി സെറ്റ് ആണോ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? അല്ല. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ, then find the number of elements in A cross B. എ ക്രോസ് ബിയിലെ ആൾക്കാരുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? N of A cross B ആണ് ചോദിച്ചിട്ടുള്ളത്. N of A cross B എന്ന് പറഞ്ഞാൽ എന്താണ്? N of A times N of B ആണ്. ഓക്കെ, N of A എത്രയാണ്? N of A എന്ന് പറയുന്നത് 3 ആണ്. സോ 3 times 3 വരും. അത് എത്ര വരുന്നു? 9. ഓക്കെ, N of A എന്ന് പറയുന്നത് 3 ആണ്. N of B എന്ന് പറയുന്നത് 3 ആണ്. സോ N of A cross B യിൽ എത്ര ആൾക്കാരുണ്ട്? 3 times 3, that is 9. അപ്പൊ 9 എലമെന്റ്സ് ആണുള്ളത്. ആ എലമെന്റ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിക്കണോ? വേണ്ട. കണ്ടുപിടിക്കാൻ പറ്റോ? ഇല്ല. കാരണം എയിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. പറയാതെ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അടുത്ത്, if G equals set 7, 8, H equals set 5, 4, 2. അപ്പൊ നമുക്കൊന്ന് എടുത്ത് എഴുതാം. G equals set 7, 8. ജിയിൽ ഏതൊക്കെയാണുള്ളത്? 7ഉം 8ഉം ആണുള്ളത്. ആൻഡ് H equals, Hൽ ആരൊക്കെയാ ഉള്ളത്? സെറ്റ് 5, 4, 2. Hൽ 5, 4, 2 ആണുള്ളത്. സെറ്റ് 5, 4, 2. അങ്ങനെയാണെങ്കിൽ G ക്രോസ് H ആണ് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. G ക്രോസ് Hൽ ആരൊക്കെ ഉണ്ടാകും? ഒന്ന് പറഞ്ഞു നോക്കാം. ഓർഡേർഡ് പെയർ ആയിട്ടാണ് വരുന്നത് അല്ലേ? സോ ഓർഡേർഡ് പെയർ ചാടിക്കറി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ച് കളയരുത്. ഓക്കെ, ഓർഡേർഡ് പെയർ ആയിട്ട് വരുന്നതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയും? 7 ആണ്. നമുക്ക് ജീനെയാണ് എച്ചുമായിട്ട് പെയർ ചെയ്യുന്നത്. സോ 7 നമ്മൾ എല്ലാവരുമായിട്ട് പെയർ ചെയ്യുക. 7, 5, 7, 4, 7, 2. അടുത്ത് ഇനി ആര് പെയർ ചെയ്യണം? 8നെ നമുക്ക് എല്ലാവരുമായിട്ട് ഇതുപോലെ പെയർ ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? 8, 5, 8, 4, 8, 2. ഓക്കെ, ഇനി അടുത്തിന് ഏതാ പറയുന്നത്? എച്ച് ക്രോസ് ജി. എച്ച് ക്രോസ് ജി ആണ് ചെയ്യാനുള്ളത്. എച്ച് ക്രോസ് ജി ആകുമ്പോൾ എങ്ങനെ വരും? നമ്മൾ എച്ചിനെയാണ് ജിയുമായിട്ട് ക്രോസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ എലമെന്റ്സ് എവിടെ നിന്ന് വരണം? എച്ചിൽ നിന്ന് വരണം. ഓക്കെ, സോ 5, 7, 5, 8, 4, 7, 4, 8, 2, 7, 2, 8.
ഓക്കെ, ഇത്രയും പേരാണ് എന്തിൽ വരുന്നത്, എച്ച് ക്രോസ് ജിയിൽ വരുന്നത്. സോ ജി ക്രോസ് എച്ച് എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലമെന്റ് ജിയിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് എച്ചിൽ നിന്നും, എച്ച് ക്രോസ് ജി എന്ന് പറയുമ്പോൾ ആദ്യത്തെ എലമെന്റ് എച്ചിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് ജിയിൽ നിന്നുമാണ് വരേണ്ടത്. ഓക്കെ, നമുക്കെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സ്റ്റേറ്റ് വെദർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയുക. ഓക്കെ, ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഫാൾസ് റീറൈറ്റ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഇഫ് പി ഈക്വൽ സെറ്റ് എം എൻ, പി എന്ന് പറയുന്നത് എം എൻ, സെറ്റ് എം എൻ ആണ്. ക്യൂ ഈക്വൽ ടു സെറ്റ് എൻ എം, ദെൻ പി ക്രോസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ പി ക്രോസ് ക്യൂവിൽ ആരൊക്കെ ഉണ്ടാകും എന്നാണ് ചോദിച്ചത്. ഇവിടെ നോക്കിക്കേ, പിയിൽ തന്നെ എത്ര പേരുണ്ട്, 2 പേര്. ക്യൂവിൽ എത്ര പേരുണ്ട്, 2 പേര്. അപ്പൊ പി ക്രോസ് ക്യൂവിൽ എത്ര ആൾക്കാർ വേണം, 2 × 2, 4 ആൾക്കാർ വേണം. ഇവിടെ എത്ര ആൾക്കാരെ വന്നിട്ടുള്ളൂ, 2 ആൾക്കാരെ വന്നിട്ടുള്ളൂ. സോ അപ്പോ ആരൊക്കെയോ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആരൊക്കെയാ മിസ്സിംഗ് എന്ന് നോക്കാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, ഇല്ല, കാരണം ഇവിടെ 2 പേരെ വന്നിട്ടുള്ളൂ, 4 പേര് വരണം. അതാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. എം എൻ, എം നമ്മൾ എന്നുമായിട്ട് മാത്രമേ പേർ ചെയ്തുള്ളൂ. നോക്കിക്കേ, എം എന്ന് പറയുന്നത് എന്നുമായിട്ട് മാത്രമേ പേർ ചെയ്തിട്ടുള്ളൂ, എൻ എന്ന് പറയുന്നത് എമ്മുമായിട്ട് മാത്രമേ പേർ ചെയ്തിട്ടുള്ളൂ. അത്രയും മാത്രമാണോ പേരിങ് ഉള്ളേ? അല്ല, എമ്മിനെ നമുക്ക് എമ്മുമായിട്ട് പേർ ചെയ്യാം, എന്നിനെ നമുക്ക് എന്നുമായിട്ടും കൂടെ പേർ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്താ കറക്റ്റ് ചെയ്യണ്ടേ, ഇതാണ് കറക്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ പി ക്രോസ് ക്യൂ ഈക്വൽസ്, നമുക്ക് എന്ത് പറയാം, പി ക്രോസ് ക്യൂ ഈക്വൽസ് സെറ്റ് എം എൻ കോമ എം എം കോമ എൻ എം കോമ എൻ എൻ. ഓക്കെ, ഇത്രയും കൂടെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു, എന്നാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആകത്തുള്ളൂ. അടുത്ത്, ഇഫ് എ ആൻഡ് ബി ആർ നോൺ എം ടി സെറ്റ്സ്, എയും ബിയും 2 നോൺ എം ടി സെറ്റുകളാണ്, then a cross b is a non-empty set of ordered pair xy such that x element of a and y element of b. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ, എയും ബിയും 2 നോൺ എം ടി സെറ്റ് ആണ്. അപ്പൊ എയിലും ആരൊക്കെയുണ്ട്, ബിയിലും ആരൊക്കെയുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിയിലും എ ക്രോസ് ബി എം ടി ആവാൻ പറ്റുമോ, ഇല്ല, കാരണം എയിലുള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ബിയിലുള്ള ആൾക്കാരുമായിട്ട് പേര് ചെയ്യാം. അപ്പൊ എയിലും ആരെങ്കിലും ഉണ്ട്, ബിയിലും ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എ ക്രോസ് ബിയിലും ആരെങ്കിലും ഒക്കെ കാണും. ഓക്കെ, സോ എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു നോൺ എം ടി സെറ്റ് ആയിരിക്കും, അത് കറക്റ്റ് ആണ്. ഇനി ബാക്കിയുള്ളത് കറക്റ്റ് ആണോ നോക്കാം. നോൺ എം ടി സെറ്റ് ഓഫ് ഓർഡേർഡ് പേഴ്സ്, യെസ്, എ ക്രോസ് ബിയിൽ എന്തായിരിക്കും വരേണ്ടത്, ഓർഡേർഡ് പേഴ്സ് ആണ് വരേണ്ടത്, എക്സ് വൈ എന്നുള്ള ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റ് ഫസ്റ്റ് സെറ്റിൽ നിന്നും രണ്ടാമത്തെ എലമെന്റ് സെക്കൻഡ് സെറ്റിൽ നിന്നുമാണ് വരേണ്ടത്. അതല്ലേ പറഞ്ഞിട്ടുള്ള ഓർഡേർഡ് പേഴ്സ് സെറ്റ് എക്സ് എലമെന്റ് ഓഫ് എ ആൻഡ് വൈ എലമെന്റ് ഓഫ് ബി. യെസ്, ഇത് എ ക്രോസ് ബിയുടെ ഡെഫിനിഷൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ട്രൂ. അതെന്താണ്, ട്രൂ ആണ്. അടുത്ത നമുക്ക് നോക്കാം. ഇഫ് എ ഈക്വൽസ് സെറ്റ് 1 2, ബി ഈക്വൽസ് സെറ്റ് 3 4, then എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈക്വൽ ടു നൾ സെറ്റ്. ഇത് നമുക്ക് ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ബി ക്രോസ് നൾ സെറ്റ്, ബി ക്രോസ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ബി ഇന്റർസെക്ഷൻ, ബി ക്രോസ് നൾ സെറ്റ് അല്ല, ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്കറിയാം ബിയിലും നൾ സെറ്റിലും കോമൺ ആയിട്ടുള്ളവര്, നമ്മളെ നൾ സെറ്റിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത് തന്നെയാണ് അല്ലെ. ഇന്റർസെക്ഷൻ എടുത്താൽ എന്ത് തന്നെ കിട്ടും, നൾ സെറ്റ് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് ആയിരിക്കും. സോ അപ്പൊ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ത് വരും, എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറയുന്നത് എ ക്രോസ് നൾ സെറ്റ് തന്നെ വരും. എ ക്രോസ് നൾ സെറ്റ് എന്താണ്, നമ്മള് ഏതെങ്കിലും ഒരു സെറ്റിനെ നൾ സെറ്റുമായിട്ട് എം ടി സെറ്റുമായിട്ട് ക്രോസ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, നൾ സെറ്റ് തന്നെ കിട്ടും. കാരണം പേരെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ, പേര് പറയാൻ ആരെങ്കിലും ഉണ്ടോ, ഇല്ല, എയുമായിട്ട് പേര് പറയാൻ നൾ സെറ്റിൽ ഒരു എലമെന്റും ഇല്ല. സോ അതുകൊണ്ട് എ ക്രോസ് നൾ സെറ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് തന്നെ കിട്ടും. സോ നമ്മളുടെ ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ട്രൂ. എന്താണ്, ട്രൂ ആണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ഇഫ് എ ഈക്വൽസ് സെറ്റ് -1 1, ഫൈൻഡ് എ ക്രോസ് എ ക്രോസ് എ. ഓക്കെ, ഇവിടെ നമുക്ക് 3 പ്രാവശ്യം ക്രോസ് ചെയ്യുന്നതാണ്. ഓക്കെ, എ ക്രോസ് എ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എ ക്രോസ് എയുടെ പ്രത്യേകത എന്താണ്, ഓർഡേർഡ് പെയർ ആയിരിക്കോ, അല്ല, ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കും. ഇതെല്ലാത്തിൽ നിന്നും വരുന്ന ഓർഡേർഡ് ട്രിപ്ലറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, എ എന്ന് പറയുന്നത് സെറ്റ് -1 1, എ ക്രോസ് എ നമുക്കൊന്ന് എഴുതി നോക്കാം. എ ക്രോസ് എയിൽ വരുന്ന ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ്. അപ്പൊ ആദ്യത്തത് എല്ലാം -1 വരാം അല്ലേ. അടുത്ത് എന്ത് വരാം, -1 1 1. ആദ്യം എ ക്രോസ് എയിൽ എത്ര ആൾക്കാരുണ്ടാകും, ഇവിടെ 2 പേരാണുള്ളത്. സോ 2 × 2 × 2,
8 പേരുണ്ടാകണം. 8 പേരുണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് എന്ത് വരാം? സെക്കൻഡ് എലമെന്റ് വരാം, 1 വരാം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡും തേർഡും 1 വരാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് വരാം? ഫസ്റ്റ് എലമെന്റ് 1 വരാം. ഇനി ഫസ്റ്റും തേർഡും 1 വരാം. ഓക്കെ, ഇനി ഫസ്റ്റും സെക്കൻഡും 1 വരാം. ഇനി ഏത് വരാം? എല്ലാം 1 വരാം. വന്നിട്ടുണ്ടോ? എല്ലാവരും വന്നോ? 1 2 3 4 5 6 7 8. നോക്കിക്കേ, എല്ലാവരും വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ നമ്മളുടെ എ ക്രോസ് എ എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ഇങ്ങനെയൊക്കെ എ ക്രോസ് ബി അല്ലെങ്കിൽ എ ക്രോസ് എ ഒക്കെ സെറ്റ് തന്നിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ആദ്യമേ നമ്മൾ എന്ത് ഇതാക്കുക? എത്ര ആൾക്കാരുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഇത് ഞാൻ ഇവിടെ ചെയ്തു പോയെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചേഞ്ച് ആക്കി കൊണ്ടുവന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അപ്പം എഴുതാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്, ഈസി ആൻഡ് കൺവീനിയൻറ്റ്. നമുക്ക് ഓരോരുത്തരുടെ ഓരോ ശൈലിയുണ്ട്. ചിലപ്പോൾ എല്ലാം -1 ആക്കും, എല്ലാം 1 ആക്കും, പിന്നെ ഒരു -1 മാത്രം വരുന്നേക്കും, പിന്നെ ഒരു 1 വരുന്ന മാത്രം ആക്കും. ആ രീതിക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് എഴുതി പോകാം കേട്ടോ. ഓക്കെ, അടുത്ത് എ ക്രോസ് ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കണ്ടുപിടിക്കുക. എ ക്രോസ് ബി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? എയും ബിയും കണ്ടുപിടിക്കുക. നമുക്കിവിടെ എ ക്രോസ് ബി എന്തെന്നാ തന്നിട്ടുള്ളേ? A cross B equals set AX, ordered pair AX, ordered pair AY, ordered pair BX, ordered pair BY. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എയിലും ബിയിലും ഉള്ള ആൾക്കാർ ഏതൊക്കെയെന്ന് പറയാം. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാക്കുക എന്താണ്? ഇത്രയാണ് നമ്മൾ എ ക്രോസ് ബി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് സെറ്റുകളുടെ കളക്ഷൻ ആണ് എന്ത് വരേണ്ടത്? എ വരേണ്ടത്. സെക്കൻഡ് സെറ്റുകളുടെ കളക്ഷൻ ആണ് എന്ത് വരേണ്ടത്? ബി വരേണ്ടത്. ഇതിൽ മൊത്തം 4 പേരാണുള്ളത്. എയിൽ നമുക്ക് ഇവിടെ 2 പേരെ കാണാൻ കഴിയും, എനെയും ബിനെയും കാണാൻ കഴിയും. ബിയിൽ നമുക്ക് ഇവിടെ 2 പേരെ കാണാൻ കഴിയും, എക്സും വൈയും കാണാൻ കഴിയും. സോ 2 × 2 4 കറക്റ്റ് ആണ്. ഓക്കെ, എലമെന്റുകളുടെ എണ്ണവും അപ്പൊ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? എ ബി എലമെന്റ് ഓഫ് എ ആയിരിക്കണം, ആൻഡ് എക്സ് വൈ എലമെന്റ് ഓഫ് ബി ആയിരിക്കണം. വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ സെറ്റ് എ ബി, ബി ആൻഡ് ബി ഈക്വൽ സെറ്റ്, ബിയിലുള്ള സെറ്റ് ആയിരിക്കാണ് എക്സ് വൈ. നോക്കിക്കേ, ഓർഡേർഡ് പേര് എടുത്ത് നോക്കിക്കേ. എ എക്സ്, എ വൈ, ബി എക്സ്, ബി വൈ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത് നോക്കാം. ലെറ്റ് A equals set 1 2, B equals set 1 2 3 4 and C equals set 5 6. C equals set 5 6 and D equals set 5 6 7 8. Verify that. നമുക്ക് രണ്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇത്. A cross B intersection C equals A cross B intersection A cross C. ഓക്കെ, അതായത് നമുക്ക് ക്രോസ് ഇന്റർസെക്ഷൻ്റെ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും കുഴപ്പമൊന്നും വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം LHS എടുക്കുക. ഓക്കെ, LHS എടുക്കുക. LHSൽ നമുക്കറിയാം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ബി ഇന്റർസെക്ഷൻ സി. കാരണം അതാണ് ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നത്, പരാന്തസിന്റെ അകത്ത് കിടക്കുന്നത്. അപ്പൊ ബ്രാക്കറ്റിൻ്റെ അകത്ത് കിടക്കുന്നത് ആദ്യം ചെയ്യണം. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി വേണം എന്ത് ചെയ്യാൻ? ഫസ്റ്റ് ചെയ്യാൻ. അപ്പൊ ബി ഇന്റർസെക്ഷൻ സി എന്തായിരിക്കും നോക്കാം. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ബിയിൽ ആരൊക്കെയാ ഉള്ളത്? 1 2 3 4. സിയിൽ ആരാ ഉള്ളത്? 5 6. അതിൽ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സോ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? നൾ സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സിയിൽ ആരൊക്കെ ഉണ്ടാകും? ബി ഇന്റർസെക്ഷൻ സി എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സിയിൽ ആരൊക്കെ ഉണ്ടാകും? ആരും ഉണ്ടാകത്തില്ല. കാരണം നൾ സെറ്റ് ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? എ ക്രോസ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തേ കിട്ടത്തുള്ളൂ? നൾ സെറ്റേ കിട്ടത്തുള്ളൂ. ബി ഇന്റർസെക്ഷൻ സി നൾ സെറ്റ് ആയതുകൊണ്ട് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് എല്ലാം RHS നോക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞു വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് RHS നോക്കാം. RHSൽ നമുക്കറിയാം ബ്രാക്കറ്റ് കിടക്കുന്ന എന്തിനാ? എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലുമാണ് ബ്രാക്കറ്റ്. അപ്പൊ ആദ്യം നമുക്ക് എ ക്രോസ് ബിയും കണ്ടുപിടിക്കണം, എ ക്രോസ് സിയും കണ്ടുപിടിക്കണം. അപ്പൊ എ ക്രോസ് ബിയും കണ്ടുപിടിക്കാം. ഓക്കെ, എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരുന്നേ നോക്കട്ടെ. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ 1 2 നമ്മൾ ആരുമായിട്ടൊക്കെ പേർ ചെയ്യണം? 1 2 3 4 ആയിട്ട് പേർ ചെയ്യണം. 2 × 4 8 എലമെന്റ്സ് വേണം. നമുക്ക് 8 എലമെന്റ്സ് വരുന്നോ നോക്കാം. 1 1
1 2 1 3 sorry 1 3 1 4 അല്ലേ? യെസ്. അടുത്തിനി 2 1 2 2 2 3 2 4 അല്ലേ? യെസ്. ഇനി അടുത്ത് നമുക്ക് എ ക്രോസ് സി ചെയ്യാം. അടുത്തിന് രണ്ടാമത്തെ എ ക്രോസ് സി ആണുള്ളത്. അപ്പൊ എ ക്രോസ് സി ചെയ്യാം. എയിൽ എത്ര പേരാ? 2 പേര്. സിയിൽ എത്ര പേരാ? 2 പേര്. സോ എ ക്രോസ് സിയിൽ എത്ര പേരുണ്ടാകും? 2 times 2 4. സോ 4 ആൾക്കാരുണ്ടാകും. ഏതൊക്കെയായിരിക്കും? 1,5 1,6 5 6 അല്ലേ? യെസ്. അടുത്ത് 2,5 2,6. ഇനി നമുക്ക് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി ഒന്ന് ചെയ്തു നോക്കാം. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. നോക്കിക്കേ, എ ക്രോസ് ബിയിലുള്ള ആരെങ്കിലും എ ക്രോസ് സിയിലുണ്ടോ? രണ്ടിനും കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ് വരുന്നുണ്ടോ? തുടക്കത്തിൽ 1 1 പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, 1 1 ഇവിടെ ഉണ്ടോ? ഇല്ല. അത് ഒറ്റ ഇതായിട്ട് വേണം ഓരോ ഓർഡർ പേരും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. 1 3 ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് നോക്കിയറിയാം എ ക്രോസ് ബിയിലും എ ക്രോസ് സിയിലും കോമൺ ആയിട്ട് ആരും തന്നെ ഇല്ല. സോ അവരുടെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് കിട്ടുന്ന നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. സോ ഇവിടെ നോക്കിക്കേ, ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി LHS ഈക്വൽ ടു നൾ സെറ്റ് ആണ്. ഇക്വേഷൻ നമ്പർ 2 കിട്ടി RHS ഈക്വൽ ടു നൾ സെറ്റ് ആണ്. സോ നമുക്ക് എന്ത് പറയാം? ഫ്രം 192 LHS ഈക്വൽസ് RHS എന്ന് പറയാം. ഓക്കെ, ആണെങ്കിൽ അതൊന്ന് എടുത്ത് എഴുതിയിട്ട് LHS ഈക്വൽസ് RHS നമുക്ക് പറയാം. സോ ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, അപ്പൊ നമുക്കത് പറയാൻ കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? സെയിം ചോദ്യം തന്നെയാണ്. ഇതില് നമുക്ക് കണ്ടുപിടിക്കേണ്ട എ ക്രോസ് സി ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എ ക്രോസ് സി എഴുതാം. എ ക്രോസ് സി നമ്മൾ നേരത്തെ എഴുതിയാണ്. ജസ്റ്റ് ഒന്നും കൂടെ നമുക്കത് എഴുതാം. 2 പേരാണ്. അപ്പൊ 4 പേര് വരണം. ഓക്കെ, സോ അപ്പൊ ഏതൊക്കെയാണ്? 1 5 1 6 2 5 2 6. ഓക്കെ, ഇനി അടുത്ത് ബി ക്രോസ് ഡി പറയാം. ബി ക്രോസ് ഡി ബിയിൽ എത്ര പേരാ? 4 പേരാണ്. ഡിയിൽ എത്ര പേരാ? 4 പേരാണ്. സോ ബി ക്രോസ് ഡി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ബി ക്രോസ് ഡി ആക്ച്വലി നമുക്ക് ഇത് അല്ലാതെ തന്നെ നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് പറയാൻ കഴിയും. ജസ്റ്റ് നമുക്കല്ല ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് അല്ലാതെ ജസ്റ്റ് ഒന്ന് ഇതാക്കി പറയുന്നതാണ് കേട്ടോ. സോ ബി ക്രോസ് ഡിയിൽ നമുക്കറിയാം 1 5 വരും, 1 6 വരും, 1 7 വരും, 1 8 വരും അല്ലേ? അടുത്ത് 2 1 വരും, 2 1 അല്ലല്ലോ, 2 5 വരും, 2 6 വരും, 2 7 വരും, 2 8 വരും. ഓക്കെ, നമുക്ക് ഇത്രയും എത്തുമ്പോൾ തന്നെ ഏകദേശം പറയാൻ കഴിയും അല്ലേ? കാരണം 1 5 1 6 2 5 2 6 ഇല്ലേ? ഇതില് ഉണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതൊന്ന് പരിചയമാകാൻ വേണ്ടി ബി ക്രോസ് ഡി ഒന്ന് എഴുതുന്നതാണ്. സോ നമുക്കിവിടെ 16 എലമെന്റ്സ് പറഞ്ഞു പെട്ടെന്ന് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് 3യിലും പറയാം. 3 5 3 6 3 7 3 8. ഓക്കെ, അടുത്ത് 4 5 4 6 4 7 4 8 4 8. ഓക്കെ, സോ 16 എലമെന്റ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാകാം all the elements in A cross B, A cross C is element of B cross D. A cross C യിൽ വരുന്ന 4 പേരും B cross D യിൽ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്ത് പറയാം? X element of B cross D for all X element of A cross C. A cross C യിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും അതെവിടെയുണ്ട്? B cross D യിലും ഉണ്ട്. ഓക്കെ, which implies A cross C is a subset of B cross D. A cross C subset of B cross D എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കിട്ടുന്നത് നമുക്ക് ഡെഫിനിഷൻ ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ബിന്റെ സബ്സെറ്റും സി എന്ന് പറയുന്നത് ഡിയുടെ സബ്സെറ്റുമാണ്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയിൽ ഒരു എലമെന്റ് എടുത്താൽ അതിൽ വരുന്ന എലമെന്റ് ഫസ്റ്റ് എലമെന്റ് എയിലെ എലമെന്റ് ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് സിയിലെ എലമെന്റ് ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എയിലെ എലമെന്റ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ എലമെന്റ് ആയിരിക്കും ബിയുടെ എലമെന്റ് ആയിരിക്കും അല്ലെ? നമുക്കപ്പോൾ അത് ആ ഒരു മോഡലിനും കൂടെ ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, പ്രൂഫായിട്ടും കൂടെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, നമുക്ക്
ഒരു എലമെന്റ് വേറൊരെണ്ണത്തിന്റെ സബ്സെറ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എ ക്രോസ് ഡിയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും ബി ക്രോസ് ഡിയിൽ ഉണ്ടാകണം. ഓക്കെ, സോ ലെറ്റ് XY എലമെന്റ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് സി. ഓക്കെ, XY എന്ന് പറയുന്ന എ ക്രോസ് സിയിലെ ഒരു എലമെന്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഏതിലും ഈ ഒരു കണ്ടീഷൻ ശരിയായിട്ട് വരും. എ സബ്സെറ്റ് ഓഫ് ബിയും സി സബ്സെറ്റ് ഓഫ് ഡിയും ആണെന്നുണ്ടെങ്കിൽ എ ക്രോസ് സി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി വരും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ XY എന്ന് പറയുന്നത് എ ക്രോസ് സിയിലെ എലമെന്റ് ആണ് എന്ന് എടുക്കുക. വിച്ച് ഇംപ്ലൈസ് X element of A and Y element of C, which implies X element of B and Y element of D. കാരണം എന്താ? A subset of B യും C subset of D യുമാണ് അല്ലേ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ എന്ന് പറയുന്ന ബിന്റെ സബ്സെറ്റും സി എന്ന് പറയുന്ന ഡിയുടെ സബ്സെറ്റും അല്ലേ? അതുകൊണ്ട് തന്നെ എക്സ് എയിലും വൈ സിയിലുമായിട്ട് വരണമെങ്കിൽ എക്സ് ബിയിലും വരണം, വൈ ബിയിലും വരണം. വിച്ച് ഇംപ്ലൈസ് ഓർഡേർഡ് പെയർ എക്സ് വൈ എലമെന്റ് ഓഫ് ബി ക്രോസ് ഡി. ഓക്കെ, ആദ്യത്തേത് ബിയിലും രണ്ടാമത്തെ ഡിയിലും ഉണ്ടെങ്കിൽ എക്സ് കോമ വൈ എന്ന് പറയുന്നത് ഏതിലും ഉണ്ടാകണം? ബി ക്രോസ് ഡിയിലും ആകണം. സോ നമ്മളിവിടെ എ ക്രോസ് സിയിൽ ഒരു എലമെന്റ് എടുത്തു, അത് നമുക്ക് എവിടെ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റി? ബി ക്രോസ് ഡിയിൽ ഉണ്ടെന്ന് കാണിക്കാൻ പറ്റി. വിച്ച് ഇംപ്ലൈസ്, സോ നമുക്ക് അവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ക്രോസ് സി സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. ഓക്കെ, നമുക്കപ്പം രണ്ട് രീതിക്ക് ഇവിടെ പ്രൂവ് ചെയ്യാം. നമുക്കിവിടെ ഇങ്ങനെ വാല്യൂസ് തരുന്ന സാധനത്തിൽ ഒന്നുകിൽ ഇതുപോലെ നമുക്ക് എഴുതിയിട്ട് ആ എ ക്രോസ് ബിയും ബി ക്രോസ് ഡിയും എന്താണെന്ന് എഴുതിയിട്ട് ജസ്റ്റ് അതിൻ്റെ എലമെന്റ്സ് പറഞ്ഞ് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ വെച്ച് നമുക്ക് പറഞ്ഞു പോവാം. എ ക്രോസ് സിയിൽ ഒരു എലമെന്റ് എടുക്കുക, ഓക്കെ, അത് നമുക്ക് എവിടെ ഉണ്ടെന്ന് കാണിക്കുക? ബി ക്രോസ് ഡിയിൽ ഉണ്ടെന്ന് കാണിക്കുക. അങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കോളും. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ലെറ്റ് എ ഈക്വൽസ് 1 2 ബി ഈക്വൽസ് 3 4 റൈറ്റ് എ ക്രോസ് ബി. ഹൗ മെനി സബ്സെറ്റ്സ് വിൽ എ ക്രോസ് ബി ഹാവ്? ലിസ്റ്റ് ദം. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. എ ക്രോസ് ബി ആദ്യം എഴുതാം. എ ക്രോസ് ബിയിൽ ആരൊക്കെ ഉണ്ടാകും? എ ക്രോസ് ബിയിൽ നമുക്കറിയാം ഓർഡേർഡ് പെയർ 1 3, ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 2 3, ഓർഡേർഡ് പെയർ 2 4. ഇത്രയും പേരാണ് എവിടെ ഉള്ളത്? എ ക്രോസ് ബിയിലുള്ളത്. ഓക്കെ, ഇനി അതിൽ എത്ര സബ്സെറ്റ്സ് ഉണ്ടാകും എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ട്? എൻ ഓഫ് എ ക്രോസ് ബിയിൽ എത്ര ആൾക്കാരുണ്ട്? എൻ ഓഫ് എ ക്രോസ് ബിയിൽ നമുക്കുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? നോക്കിക്കേ, നമുക്കൊരു എ ക്രോസ് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലേ? ഒരു സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 2m ആണ്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2/4 ആണ്. ഓക്കെ, സോ 2/4 ആണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് 16. അപ്പൊ എത്ര സബ്സെറ്റുകൾ കാണും? 16 സബ്സെറ്റ് കാണും. ഇത് ആക്ച്വലി ഒരു ഡെഫിനിഷൻ ആണ്. നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ്. അതായത് എ ക്രോസ് ബിയിൽ mn എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഓക്കെ, എ ക്രോസ് ബി, എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്, ഓക്കെ, എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ആണ്. സപ്പോസ് എയിൽ എമ്മും ബിയിൽ എന്നും എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ mn എലമെന്റ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ സബ്സെറ്റ്സ് ഓഫ് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത്, എ ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2/mn ആയിരിക്കും. ഓക്കെ, 2 എയിൽ എലമെന്റിന്റെ എണ്ണം ഇൻറ്റു ബിയിൽ എലമെന്റിന്റെ എണ്ണം ആയിരിക്കും എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകൾ എഴുതാം. ഓക്കെ, അതായത് പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകളുടെ കളക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പവർ സെറ്റ്. ഓക്കെ, സോ പവർ സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ പവർ സെറ്റ് ഒന്ന് എഴുതാം. എന്തായിരിക്കും? നൾ സെറ്റ് വരും. ഓക്കെ, നൾ സെറ്റ് എപ്പോഴും ഒരു സെറ്റിന്റെ ഏത് സെറ്റ് എങ്ങനെയുള്ള സെറ്റ് ആണെങ്കിലും നൾ സെറ്റ് സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് എന്ത് വരാം? നൾ സെറ്റ് വരാം. പിന്നെ നമുക്ക് ഓരോ എലമെന്റ്സ് വെച്ചും വരാം അല്ലേ? അപ്പൊ സെറ്റ് ഓർഡേർഡ് പെയർ 1 3 വരാം. ഓക്കെ, ഇത് ഓരോന്ന് സെറ്റ് ആയിട്ട് വേണം പറയാൻ. സെറ്റ് ഓർഡേർഡ് പെയർ 1 4 വരാം. പിന്നെ സെറ്റ് ഓർഡേർഡ് പെയർ 2 3 വരാം. സോറി, അടുത്ത് പിന്നെ എന്ത് വരാം? സെറ്റ് ഓർഡേർഡ് പെയർ 2 4 വരാം. ഓരോരുത്തർ വെച്ചുള്ളത് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് പറയാം? ഈ 2 പേരെ വെച്ച് നമുക്ക് പെയർ ചെയ്യാം. ഓക്കെ,
ഈ രണ്ടുപേരെ വെച്ച് സെറ്റ് പറയാം. സോ സെറ്റ് ഓർഡേർഡ് പെയർ 1 3, 1 4. ഓക്കെ, അടുത്ത ഏത് വരാം? ഓർഡേർഡ് പെയർ, ഈ സെറ്റ് ക്ലോസ് ആക്കിയിട്ടില്ല കേട്ടോ. സോ ഓർഡേർഡ് പെയർ 1 3, 2 3 വരാം. ഓക്കെ, അടുത്തിന് ഏത് വരാം? ഓർഡേർഡ് പെയർ സെറ്റ് ഓർഡേർഡ് പെയർ 1 3, 2 4 വരാം. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, നമ്മൾ ഒരാളെ വെച്ച് കഴിഞ്ഞു. അതിന് ഇവരെ വെച്ചൊക്കെ പോകണം. ഓക്കെ, സെറ്റ് ഓർഡേർഡ് പെയർ 1 4, ഓർഡേർഡ് പെയർ 2 3 വരാം. അതുപോലെ സെറ്റ് 1 4 2 4 വരാം. ഓക്കെ, 1 4 2 4 വരാം. അടുത്ത് ഇനി രണ്ടുപേരെ വെച്ചുള്ള കഴിഞ്ഞോ? ഇല്ല. സെറ്റ് ഓർഡേർഡ് പെയർ 2 3 2 4 വരാം. 2 3 ഓർഡേർഡ് പെയർ 2 4 വരാം. ഓക്കെ, അപ്പോൾ രണ്ടുപേര് വെച്ചുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എത്രയാ? 3 പേര് വെച്ചുള്ള കളക്ഷൻസ്. ഓക്കെ, സോ ഏത് വരാം? സെറ്റ് ഓർഡേർഡ് പെയർ 1 3, 1 4, 2 3 വരാം. അടുത്ത് ഏത് വരാം? സെറ്റ് ഓർഡേർഡ് പെയർ 1 3, 1 4, 2 4 വരാം. ഓക്കെ, ഇനി ഏത് വരാം? സെറ്റ് ഓർഡേർഡ് പെയർ 1 4, 2 3 2 4 വരാം. 2 3 2 4 വരാം. ഓക്കെ, ഇനി നമുക്ക് ഏത് വരാം? സെറ്റ് ഇവിടെ നമ്മൾ ഏതൊക്കെ ഒഴിവാക്കി? ഇവിടെ നിന്ന് 2 4 ഒഴിവാക്കി, 2 3 ഒഴിവാക്കി, 1 3 ഒഴിവാക്കി. ഇനി 1 4 ഒഴിവാക്കിയും കൂടെ ഒരാളും കൂടെ പറയാം. ഓക്കെ, അപ്പോൾ 1 3 വരാം, 2 3 വരാം, 2 4 വരാം. ഓക്കെ, ഇത് ആക്ച്വലി ഒത്തിരി പാടൊന്നുമല്ല. നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങനെ നമ്മൾ എഴുതിപ്പോ കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമുക്ക് എഴുതേണ്ടി വരുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇനി എന്ത് വരാം? എല്ലാവരും കൂടെ ഉള്ളത് വരാം. 4 പേരും കൂടെ ഉള്ളത് വരാം അല്ലേ? 1 3, 1 4, 2 3, 2 4. നോക്കിക്കേ, എല്ലാവരും വന്നിട്ടില്ലേ? സോ അതിൻ്റെ മൊത്തത്തിലുള്ള കളക്ഷൻ എടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ആൾക്കാരെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ എ ക്രോസ് ബിക്ക് വരുന്ന സബ്സെറ്റുകളുടെ കളക്ഷൻ, അതായത് അതിന്റെ പവർ സെറ്റ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. സോ നമ്മൾ എല്ലാവരെയും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട് വരാൻ പറ്റുന്ന സബ്സെറ്റുകൾ. ക്ലിയർ അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. A and B be two sets such that n of A equal to 3 and n of B equal to 2. എയിൽ 3 ആൾക്കാരും ബിയിൽ 2 ആൾക്കാരുമാണെന്ന് കരുതുക. If x1, y2, x1, y2, z1 are in A cross B. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? x ഓർഡേർഡ് പെയർ x1, y2, z1 എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർ ഇൻ എ ക്രോസ് ബി. അപ്പൊ ഇത് എ ക്രോസ് ബിയിലെ എലമെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സെറ്റ് എയും സെറ്റ് ബിയും കണ്ടുപിടിക്കുക. വേർ എക്സ് വൈ ആൻഡ് ഇസഡ് ആർ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്. എക്സും വൈയും ഇസഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എ ക്രോസ് ബി എന്തായിരിക്കും? എ ക്രോസ് ബി അല്ല, എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എയും ബി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, x1 എലമെന്റ് ഓഫ് എ ക്രോസ് ബി, x1 ഓർഡേർഡ് പെയർ x1 എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ ബി എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആയിരിക്കണം, ബി എന്ന് പറയുന്നത് ബിയിലെ എലമെന്റ് ആയിരിക്കണം അല്ലെ? ഫസ്റ്റത്തെ ആള് ഫസ്റ്റത്തെ സെറ്റിൽ നിന്നായിരിക്കണം, സെക്കൻഡത്തെ ആള് സെക്കൻഡ് സെറ്റിൽ നിന്നായിരിക്കണം. അതുപോലെ x1 എലമെന്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആയിരിക്കണം, 1 എന്ന് പറയുന്നത് ബിയിൽ എലമെന്റ് ആയിരിക്കണം. എക്സ് എലമെന്റ് ഓഫ് എയും വൈ 1 എലമെന്റ് ഓഫ് ബിയും ആയിരിക്കണം. അപ്പൊ എക്സ് എലമെന്റ് ഓഫ് എയും 1 എലമെന്റ് ഓഫ് ബിയും ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് 1 എലമെന്റ് ഓഫ് ബിയും ആയിരിക്കണം. അതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. അതുപോലെ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? y2 ന്ന് y എലമെന്റ് ഓഫ് എ ആയിരിക്കണം, 2 എലമെന്റ് ഓഫ് ബി ആയിരിക്കണം.
ഓക്കെ, അടുത്ത Z1 എന്ത് പറയാൻ പറ്റും? Z എലമെന്റ് ഓഫ് എ ആയിരിക്കണം. അവിടെ വീണ്ടും 1 നമ്മൾ വീണ്ടും പറയണോ? വേണ്ട, അത് ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് എക്സും വൈ ഇസഡും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ആരൊക്കെ ആയിരിക്കും വരുന്നത്? നോക്കിക്കേ, എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? എൻ ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. എയിൽ 3 ആൾക്കാരേ ഉള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ എ കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. എയിൽ 3 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര പേരെ കിട്ടി? 3 പേരെ കിട്ടി. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? എ ഈക്വൽ സെറ്റ് എക്സ് വൈ ഇസഡ് ആയിരിക്കും. ഓക്കെ, അവിടെ 3 പേരെ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എയിൽ ഇനിയും എലമെന്റ്സ് വരാം, പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ മിനിമം പറയാൻ പറ്റുന്ന സെറ്റ് ആയിട്ട് നമുക്കിത് പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഇവിടെ എയിൽ 3 പേരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എയിൽ ഏതൊക്കെ തന്നെ വരും? എക്സ് സെറ്റ് എക്സ് വൈ സെഡ് തന്നെ വരും. ഓക്കെ, അതുപോലെ അങ്ങനെയാണെങ്കിൽ ബിയിൽ ആരൊക്കെ ആയിരിക്കും വരുന്നത്? ബിയിൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞേ? ബിയിൽ 2 പേര്. നമുക്കിവിടെ 2 എലമെന്റ്സ് അല്ലേ കിട്ടിയ 1 ഉം 2 ഉം. സോ ബി ഈക്വൽ ടു സെറ്റ് 1 2 എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. The Cartesian product A cross A has 9 elements. A cross A യിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 9. അതായത് N of A cross A യിൽ എത്ര പേരാ? 9 പേരാ. N of A cross A എന്ന് പറഞ്ഞാൽ എത്രയാ? N of A times N of A, അതാണ് 9. സോ അത് നമുക്ക് എന്ത് പറയാം? N of A the whole square എന്ന് പറയുന്നത് 9 ആണെന്ന് പറയാം. സോ N of A എന്ന് പറയുന്നത് √9 ആണ്. അഥവാ നമുക്ക് എത്രയെന്ന് പറയാം? 3 ആണെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്നില്ല, ഇവിടെ നിന്ന് തന്നെ പറയാം. ഒരേ നമ്പറിന്റെ, സോ ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 9 വരുന്നത്? 3ന്റെ സ്ക്വയർ ആണ്. സോ N of A എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, സോ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ. Which are found -1 0 and 0 1. സോ A cross A യിലുള്ള 2 എലമെന്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെ തന്നിട്ടുണ്ട്? A cross A യിലെ 2 എലമെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? -1 0 ഉം 0 1 ഉം എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് A cross A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ A cross A ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് എലമെന്റ് എ നിന്ന് വരണം, സെക്കൻഡ് എലമെന്റ് എവിടെ നിന്ന് വരണം? എയിൽ നിന്ന് വരണം. ഓക്കെ, A cross A ആയതുകൊണ്ടാണ്. ഓക്കെ, രണ്ടും ഒരേ സെറ്റ് ആണ്. സോ ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്ന് തന്നെ വരണം, ഫസ്റ്റ് എലമെന്റും എയിൽ നിന്ന് വരണം, സെക്കൻഡ് എലമെന്റും എയിൽ നിന്ന് വരണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ ഇതിൽ നിന്ന് നമുക്ക് പറയാം -1 ഉം 0 ഉം എയിൽ എലമെന്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് എന്ത് പറയാം? 0 ഉം 1 ഉം എയിൽ എലമെന്റ് ആണ്. 0 പറഞ്ഞുകൊണ്ട് വീണ്ടും അത് പറയണ്ട. സോ -1 0 1 ഇതെല്ലാം എവിടെ നിന്നുള്ളതായിരിക്കും? എയിൽ നിന്നുള്ളതായിരിക്കും. എയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞേ? 3 പേരാണ് ഉണ്ട് എന്ന് പറഞ്ഞത്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? എ ഈക്വൽ സെറ്റ് -1 0 1. എയിലെ സെറ്റ് എന്ന് പറയുന്നത് ഇത്രയും പേരാണുള്ളത് എന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയും. സോ നമ്മളുടെ ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തെ ഒരു ഇൻട്രോ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. നമ്മൾ അപ്പോൾ എല്ലാവരും, ഒരു കളക്ഷനിലുള്ള ആൾക്കാരെ വേറൊരു കളക്ഷനിലുള്ള ആൾക്കാരും എല്ലാവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പെയർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തെടുത്ത് പറയുന്ന കുറച്ച് സ്പെഷ്യൽ ടൈപ്സ്, അതിലേക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ്. ഓക്കെ, നമ്മൾ റിലേഷൻസിലോ ഫംഗ്ഷൻസിലോട്ട് കടന്നിട്ടില്ല. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത സെഷൻ തൊട്ട് നമ്മൾ കാല് വയ്ക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു കാര്യം കോൺസെപ്റ്റ് നല്ല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെ ഉള്ള അറിയുക. ജസ്റ്റ് 2 സെറ്റുകൾ, ഓക്കെ, ആദ്യത്തെ സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്കുള്ള പേഴ്സുകളുടെ കളക്ഷൻ, എല്ലാ പേഴ്സിനെയും കൂടെ എടുത്താൽ പറയുന്നതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. സോ അതിൽ ഓർഡേർഡ് പെയർ എന്താണ്? അതൊരു ഈക്വൽ ആകണമെങ്കിൽ എന്താകണം? ഓർഡേർഡ് പെയറിന് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്? സെറ്റും ഓർഡേർഡ് പെയർ, ഇപ്പോൾ 2 എലമെന്റ്സ് ഇറങ്ങുന്ന സെറ്റും 2 എലമെന്റ്സ് ഉള്ള ഓർഡേർഡ് പെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ട് എഴുതിയാലും ഒന്നും പ്രശ്നമില്ല, പക്ഷെ ഓർഡേർഡ് പെയറിൽ എന്താണ്? ഓർഡറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ വക കാര്യങ്ങളെല്ലാം ഒന്ന് നല്ല വൃത്തിക്കൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.